നമസ്കാരം. വാർത്തകൾ വിശദമായി. ചോദിച്ചു വാങ്ങി പാർട്ടി ആവശ്യപ്പെട്ടു, ജോസഫൈൻ രാജിവെച്ചു. പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ വിവാദത്തിലായ വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ രാജിവെച്ചു. പാർട്ടിക്കും സർക്കാരിനും മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാജി. ഭർത്താവ് ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ഒരു ചാനൽ പരിപാടിക്കിടെ ഫോണിലൂടെ പരാതി പറഞ്ഞ എറണാകുളം സ്വദേശിനിയോട് മോശമായി പ്രതികരിച്ചതാണ് വിനയായത്. എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ലെന്നും അതിനാൽ അനുഭവിച്ചോ എന്നുമായിരുന്നു ജോസഫൈൻ പരാതിക്കാരിയോട് പറഞ്ഞത്. അതിരൂപതയുടെ സ്ഥലമിടപാട് ഗുരുതര പിഴവെന്ന് KPMG റിപ്പോർട്ട്. എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയ വിവാദ ഭൂമി ഇടപാടിൽ ഗുരുതര പിഴവെന്ന് ധനകാര്യ ഓഡിറ്റിംഗ് സ്ഥാപനമായ KPMGയുടെ ഫോറൻസിക് റിപ്പോർട്ട്. വില നിശ്ചയിച്ചതു മുതൽ അടിമുടി പിഴവ് പറ്റി ഒട്ടും സുതാര്യമല്ലാതെയാണ് ഇടപാടുകൾ നടന്നതെന്നും റിപ്പോർട്ടുകൾ കുറ്റപ്പെടുത്തുന്നു.
കാഴ്ചയുടെ കടൽ കടന്ന് ശിവൻ യാത്രയായി. പ്രമുഖ ഛായാഗ്രഹകനും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ ശിവന് തലസ്ഥാനത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി കപ്പൽ രാജ്യത്തിന്റെ സൈനിക ശേഷിക്ക് കരുത്തുകൂട്ടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പുതിയ കപ്പൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന 2022 സ്വാതന്ത്ര്യദിനത്തിൽ കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കാശ്മീരിൽ ധാരണ, മണ്ഡല പുനർനിർണയവും തെരഞ്ഞെടുപ്പും ആദ്യം. യുക്തമായ സമയത്ത് സംസ്ഥാന പദവിയെന്ന് കേന്ദ്രം. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനും യുക്തമായ സമയത്ത് സംസ്ഥാന പദവി നൽകാനും പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ ഭാവി നടപടികൾ ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചാരക്കേസിലെ ഗൂഢാലോചന, സിബി മാത്യൂസും RB ശ്രീകുമാറും പ്രതികൾ. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ CB മാത്യൂസും RB ശ്രീകുമാറും ഉൾപ്പെടെ പ്രതികൾ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേസന്വേഷണം ആരംഭിച്ച CBI ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നവർ ഉൾപ്പെടെ 18 പേരെ പ്രതി ചേർത്താണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചത്. സംസ്ഥാനത്ത് 100 തൊട്ട് പെട്രോൾ വില. പെട്രോളിന് ശരാശരി 26 പൈസയും ഡീസലിന് 8 പൈസയുമാണ് വ്യാഴാഴ്ച കൂടിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം പെട്രോൾ ഉയരങ്ങളിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്ന ഇന്ധന വില വർധന മെയ് 4 മുതലാണ് വീണ്ടും തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ പെട്രോളിന് 7 രൂപയിലധികവും ഡീസലിന് 7.30 രൂപയിലധികവും കൂടി. വടകരയിലെ ATM തട്ടിപ്പ് സൂത്രകാരൻ ഡൽഹിയിൽ അറസ്റ്റിൽ. വടകരയിലെ ATM കൗണ്ടറുകളിൽ സ്കിമ്മറും രഹസ്യ ക്യാമറയും സ്ഥാപിച്ച് ATM കാർഡ് വിവരങ്ങൾ ചോർത്തി പണം തട്ടിയ സംഭവത്തിൽ ഒരാൾ ഡൽഹിയിൽ അറസ്റ്റിൽ. തട്ടിയത് 6 ലക്ഷത്തോളം രൂപയാണ്. തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ഡൽഹി മജ്ബൂറിലെ സുഗീത് വർമ്മയാണ് വടകര പോലീസ് പിടികൂടിയത്. 12ാം ക്ലാസ് ഫലം വിലയിരുത്തൽ രീതി 10 ദിവസത്തിനധികം പ്രസിദ്ധീകരിക്കണം. 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കിയ സംസ്ഥാന ബോർഡുകൾ വിദ്യാർത്ഥികളെ വിലയിരുത്തുന്ന രീതി 10 ദിവസത്തിനധികം പ്രസിദ്ധപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. താങ്ങില്ല 4 ലക്ഷം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സഹായധനം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. 4 ലക്ഷം പേർ മരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വിഭവ സ്രോതസ്സുകൾക്ക് പരിമിതിയുണ്ട്. അത്രയും തുക നൽകിയാൽ ദുരന്ത നിവാരണ ഫണ്ട് മുഴുവൻ തീർന്നു പോകുമെന്നും മഹാമാരിയെ നേരിടാനുള്ള മറ്റാവശ്യങ്ങൾക്ക് പണം തികയാതെ വരുമെന്നതിനാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന കാര്യമാണിതെന്നും സർക്കാർ പറഞ്ഞു. UN-ന് ഇന്ത്യയുടെ മറുപടി. പുതിയ IT ചട്ടം ജനങ്ങളെ ശാക്തീകരിക്കാൻ. സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധാരണക്കാരായ ഉപയോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും ഇരയാക്കപ്പെടുന്നവർക്ക് വേണ്ടി പരാതി നൽകാനുമുള്ള സംവിധാനത്തിന് രൂപം കൊടുക്കാനും വേണ്ടിയാണ് പുതിയ IT ചട്ടം ഉണ്ടാക്കിയതെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു. കാലിക്കറ്റിലെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ കോപ്പിയടി. കാലിക്കറ്റ് സർവകലാശാലയുടെ BA ഇംഗ്ലീഷ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ലിറ്റററി ക്രിറ്റിസിസം എന്ന പുസ്തകം മറ്റൊരു പുസ്തകത്തിന്റെ തനിപ്പകർപ്പ്. 100 പേജോളം വരുന്ന പുസ്തകത്തിന്റെ ആദ്യ ഭാഗമാണ് ഏറെക്കുറെ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് അതേപടി പകർത്തിയത്. മഹാരാഷ്ട്രയിൽ ഡെൽറ്റ+ വകഭേദം. കോവിഡ് വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദം ഡെൽറ്റ+ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ കണ്ടെത്തി. കോവിഡ് ബാധിച്ച് 7 പേരിലാണ് വൈറസ് വകഭേദം സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദമായ ഡെൽറ്റയ്ക്ക് ജനിതകമാറ്റം സംഭവിച്ചുണ്ടായ ഡെൽറ്റ+ കൂടുതൽ അപകടകാരിയാണെന്ന് എയിംസ് മേധാവി ഡോ. രൺദീപ് ഗുലേറിയ. സ്പുട്നിക് എത്തുന്നു. രാജ്യത്ത് അംഗീകാരം ലഭിച്ച 3ാമത്തെ വാക്സിനായ സ്പുട്നിക് അടുത്ത ആഴ്ചയോടെ വിതരണത്തിന് സജ്ജമായേക്കും. കോവിഡ് ആഘാതം തൊഴിലില്ലായ്മയിൽ കേരളം ദേശീയ ശരാശരിക്കും മേലെ. കോവിഡ് കാലത്ത് കേരളത്തിന്റെ തൊഴിലില്ലായ്മയിലും വർധന. കോവിഡ് കാലത്തിന് മുമ്പ് കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് 16.3%. 2020 ജൂണിലെ കണക്ക് പ്രകാരം ഇത് 27.3% ഉയർന്നു. യുവതി ഭർതൃവീട്ടിൽ മരിച്ചു. കൊലപാതകമെന്ന് ബന്ധുക്കൾ. ഭർതൃഗൃഹത്തിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശാസ്താംനട ചന്ദ്രവിലാസത്തിൽ കിരൺകുമാറിന്റെ ഭാര്യ വിസ്മയ V. നായരാണ് മരിച്ചത്. സ്ത്രീധനം കുറച്ചും വിവാഹ സമ്മാനവുമായി കിരണിന് നൽകിയ കാർ മോശമാണെന്നും പറഞ്ഞ് നിരന്തരമുണ്ടായ വഴക്കും പ്രശ്നങ്ങളുമാണ് വിസ്മയുടെ മരണത്തിലേക്ക് നയിച്ചത്, പോലീസ് പറഞ്ഞു. ഭർത്താവ് കിരൺകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പേരിൽ ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീധന പീഡനവും പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി. വടക്കാഞ്ചേരിയിലെ ക്വാറിയിൽ വൻ സ്ഫോടനം. ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്ക്.
മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കാട് വളവിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ വൻ സ്ഫോടനം. ക്വാറി ഉടമയുടെ സഹോദരൻ വാഴക്കാട് വളവുമൂലിൽ ഹസനാരുടെ മകൻ അബ്ദുൽ നൌഷാദ് മരിച്ചു. 4 പേർക്ക് പരിക്കുണ്ട്. കോഴിക്കോട് രാമനാട്ടുകര പുളിഞ്ചോട് വളവിന് സമീപം വാഹനാപകടത്തിൽ 5 മരണം. ചെറുകുള സ്വദേശികളായ യുവാക്കളാണ് മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സുഹൃത്തിനെ കൂട്ടി വരുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. പുലർച്ചെ 4:45 പുളിഞ്ചോട് വളവിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് ചെറുകുളശ്ശേരി സ്വദേശികളായ 5 പേർ മരിച്ചത്. 3 വാഹനങ്ങളിൽ 15 പേർ കരിപ്പൂരിലെത്തിയതാണ് ദുരൂഹതയേറ്റുന്നത്. കേസിൽ അറസ്റ്റിലായവർ സ്വർണ്ണക്കടത്തിന് സുരക്ഷ ഒരുക്കാനെത്തിയ കൊട്ടേഷൻ സംഘം. പിടിയിലായ 8 പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ഭദ്ര വീട്ടിൽ യുവതി പൊള്ളലേറ്റു മരിച്ചു. പ്രണയിച്ച് വിവാഹിതരായ യുവതി ഭർത്താവിന്റെ വീട്ടിൽ തീകൊളുത്തി മരിച്ചു. വെങ്ങാനൂർ വെള്ളിയൂർ ചിറത്തറ വിളാക്കത്ത് അശോകന്റെയും മൂളിയുടെയും ഏകമകളായ MM അർച്ചനയാണ് മരിച്ചത്. ഇനി പ്രാർത്ഥിക്കാം. രോഗവ്യാപനം കുറഞ്ഞിടത്ത് ആരാധനാലയങ്ങൾ തുറക്കുന്നു. ശനി, ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും പരീക്ഷകൾ നടത്താം. കേരളത്തിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16-നു താഴെയുള്ള തദ്ദേശ സ്ഥാപന പരിധിയിൽ നിയന്ത്രണങ്ങളോടെ ആരാധനാലയങ്ങൾ തുറക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഗീത ലോകത്തിന് തീരാനഷ്ടം. പാറശാല പൊന്നമ്മാൾ ഓർമ്മയായി. കർണാടക സംഗീതത്തിൽ വേറിട്ട ആലാപന ശൈലിയിലൂടെ നാദവിസ്മയം തീർത്ത പ്രസിദ്ധ സംഗീതജ്ഞ പാറശാല ബി പൊന്നമ്മാൾ അന്തരിച്ചു. ഖാദർ മടങ്ങി പൂവച്ചലിലെ ഖബർസ്ഥാനിലേക്ക്. ആർദ്രമധുര രാഗങ്ങൾ ബാക്കിവെച്ച് പൂവച്ചൽ ഖാദർ വിടവാങ്ങി. റാപ്പിഡ് ടെസ്റ്റ് ടിക്കറ്റ് ബുക്കിംഗ് അനിശ്ചിതത്വം തുടരുന്നു. UAE പ്രവേശന വിലക്ക് അവസാനിപ്പിച്ചു. പ്രവാസികൾക്കുള്ള പ്രവേശന വിലക്ക് ഇന്നു മുതൽ UAE നീക്കി. UAE അംഗീകരിച്ച കോവിഡ് ഷീൽഡ് വാക്സിൻ 2 ഡോസും സ്വീകരിച്ച താമസ വിസക്കാർക്കാണ് ബുധനാഴ്ച മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. ജംബോ ഇല്ല. KPCCയിൽ ഭാരവാഹികളടക്കം 51 പേർ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കനത്ത പരാജയത്തിനു ശേഷം പാർട്ടി സംഘടനാ സംവിധാനം പൊളിച്ചു പണിയാൻ KPCC രാഷ്ട്രീയ കാര്യ സമിതി തീരുമാനിച്ചു. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കും. 5 വർഷത്തിനിടെ 66 സ്ത്രീധന മരണം. സംസ്ഥാനത്ത് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് 2010 മുതൽ വനിതാ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തത് 1000-ലധികം കേസുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 66 സ്ത്രീധന മരണ കേസുകൾ പോലീസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 100 കോടി തന്നേ തീരൂ, ഇല്ലെങ്കിൽ ശമ്പളവും പെൻഷനും ഇല്ല. സർക്കാരിനോട് ആവശ്യപ്പെട്ട പണം ഉടൻ നൽകിയില്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് അടുത്ത മാസം ശമ്പളം കിട്ടില്ല, പെൻഷനും മുടങ്ങും. 100 കോടി രൂപയെങ്കിലും നൽകണമെന്ന് ധനദേവസ്വം വകുപ്പ് മന്ത്രിമാരുടെ ബോർഡ് വീണ്ടും ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപിൽ വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച അഡ്മിനിസ്ട്രേറ്ററുടെ 2 വിവാദ ഉത്തരവുകൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ലക്ഷദ്വീപിൽ വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച അഡ്മിനിസ്ട്രേറ്ററുടെ 2 വിവാദ ഉത്തരവുകളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെ ഉച്ചഭക്ഷണ വിതരണത്തിന് പഴയ രീതി തന്നെ തുടരണമെന്ന് നിർദ്ദേശിച്ചു. വ്യോമസേനാ താവളത്തിലെ ഇരട്ട സ്ഫോടനം, ഭീകരാക്രമണം, ഡ്രോൺ ഉപയോഗിച്ചെന്ന് സൂചന, അതിജാഗ്രത. ജമ്മു വ്യോമസേനാ സ്റ്റേഷനിലെ ഇരട്ട സ്ഫോടനം ഭീകരാക്രമണമെന്ന് ജമ്മു കാശ്മീർ പോലീസ്. ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. സ്ഫോടനത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. INA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10,905 പേർക്ക് കോവിഡ്, 62 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.49. അടുത്തതായി നമ്മുടെ ദേശീയ വാർത്തകൾ. കോവിഡ് ബാധിതരെ ജയിലിലടയ്ക്കാൻ ട്രംപ് നിർദ്ദേശിച്ചു. കോവിഡ് ബാധിതരെ ഗോണ്ടാനാമോ ജയിലിലടയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടെന്ന് വെളിപ്പെടുത്തൽ. US രാജ്യദ്രോഹത്തെ മാറ്റിവരിക്കരുതെന്ന് ഹോങ്കോങ്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവർത്തനങ്ങളെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൗന്ദര്യവത്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് കാരി ലാം. വാക്സിൻ എടുക്കാത്തവരെ ജയിലിൽ അടയ്ക്കുമെന്ന് ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേഴ്സ്. രാജ്യത്ത് വൈറസിന്റെ ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് വാക്സിനോ ജയിലോ എന്ന ചോദ്യം ഉയർത്തി പ്രസിഡന്റ് രംഗത്ത് വന്നത്. റഷ്യയിൽ കോവിഡ് കൂടുന്നു. റഷ്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്നു. വ്യാഴാഴ്ച 20,152 പുതിയ കേസും 568 മരണവും റിപ്പോർട്ട് ചെയ്തു. ഡെൽറ്റ 85 രാജ്യങ്ങളിൽ എത്തിയെന്ന് WHO. കോവിഡിന് കാരണമാണ് വൈറസിന്റെ ഡെൽറ്റ വകഭേദം 85 രാജ്യങ്ങളിൽ എത്തിയെന്ന് ലോകാരോഗ്യ സംഘടന. നിലവിലുള്ള രോഗം തുടർന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ച വകഭേദമായി ഇത് അടുത്തു തന്നെ മാറുമെന്നും സംഘടന പ്രതിവാര റിപ്പോർട്ടിൽ വ്യക്തമാക്കി. UN അമേരിക്കയ്ക്കെതിരെ വോട്ട് ചെയ്ത് 184 രാജ്യം.
അമേരിക്ക ക്യൂബയുടെ മേൽ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാനാവശ്യപ്പെട്ട് UN പ്രമേയത്തെ അനുകൂലിച്ച് 184 അംഗരാജ്യം. ജൂത കുടിയേറ്റ നിർമ്മാണം ഉടൻ നിർത്തണം. UN വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ജൂത അന്താരാഷ്ട്ര നിയമനത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് UN. വീണ്ടും മാസ്ക് ധരിച്ച് ഇസ്രായേൽ. 85% ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ നൽകിയ ഇസ്രായേൽ മുഖാവരണം നിർബന്ധമാക്കി. ഫ്ലോറിഡയിലെ കൊലയാളിക്ക് 22.5 വർഷം തടവ്. അമേരിക്കൻ കറുത്ത വംശജനായ ജോർജ് ഫ്ലോയിഡിനെ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് 22.5 വർഷം തടവ്. Introducing Duracell Chota Power. Perfect for your remote. It gives you 1 year of power for only 18 rupees per cell. From home or together, we will keep celebrating all year long. Duracell Chota Power. മൊറട്ടോറിയം അപേക്ഷകൾ കുറവ്. കോവിഡ് ലോക്ക്ഡൌൺ മൂലം ബാങ്ക് വായ്പ തിരിച്ചെടുക്കാൻ കഴിയാത്തവർക്ക് 2 വർഷത്തെ മൊറട്ടോറിയവും വായ്പാ പുനഃക്രമീകരണവും ലഭ്യമാണെങ്കിലും അപേക്ഷകൾ കുറവ്. ഇക്കാര്യത്തിൽ അവബോധം കുറവായതിനാലും എല്ലാ വായ്പകൾക്കും ബാധകമായ മൊറട്ടോറിയം വരും എന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടുമാണിത്. വളർന്നുവരുന്നു കേരള ചിക്കൻ. കേരളത്തിലെ ഇറച്ചിക്കോഴി വിപണിയുടെ പകുതി ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതി വിജയപാതയിൽ. ആദ്യ ഔട്ട്ലെറ്റ് ആരംഭിച്ച് 1 വർഷമാകുമ്പോൾ കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന് കീഴിൽ 5 ജില്ലകളിലായി 203 ചിക്കൻ ഫാമുകളും 45 വിപണന കേന്ദ്രങ്ങളുമുണ്ട്. നിലവിൽ പ്രതിമാസ വിൽപ്പന ഏകദേശം 81,000 കിലോഗ്രാം. ഇ-കൊമേഴ്സ് കരടുചട്ടം. ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ ചീഫ് കംപ്ലയിൻസ് ഓഫീസർ, പരാതി പരിഹാരത്തിനുള്ള ഗ്രീവൻസ് ഓഫീസർ, നിയമ സംവിധാനങ്ങളുമായുള്ള ഏകോപനത്തിന് നോഡൽ ഓഫീസർ എന്നിവരെ നിയമിക്കണമെന്ന് ഇ-കൊമേഴ്സ് കരടുചട്ടത്തിൽ നിർദ്ദേശം. ഫ്ലാഷ് സെയിൽ നിരോധിക്കില്ല, പരാതികൾക്ക് ഉടൻ പരിഹാരം. ഇ-കൊമേഴ്സ് കമ്പനികളിൽ നിന്ന് ഫ്ലാഷ് സെയിൽ വിശദാംശങ്ങൾ തേടില്ലെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം. എന്നാൽ പരാതികൾ ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബാങ്കിതര സ്ഥാപന വായ്പയ്ക്കും പുനഃക്രമീകരണം ബാധകം. വായ്പയെടുത്തവർക്ക് കോവിഡ് കാലത്ത് വരുമാന നഷ്ടം നേരിട്ടിട്ടുണ്ടെങ്കിൽ വായ്പാ പുനഃക്രമീകരണത്തിനു വേണ്ടി ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും അപേക്ഷിക്കാം. വാഹന വായ്പ ഉൾപ്പെടെയുള്ളവർക്ക് വായ്പ പുനഃക്രമീകരണം ലഭ്യമാണ്. ഇന്ധനവില വർധന അടിയന്തര നടപടി വേണമെന്ന് CII. ഇന്ധനവില വർധന വ്യവസായ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുവെന്നും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രസിഡന്റും ടാറ്റ സ്റ്റീൽ മാനേജിംഗ് ഡയറക്ടറുമായ TD നരേന്ദ്രൻ. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ ഇന്ധനനികുതിയിൽ വലിയ വർധനയാണുണ്ടായത്. OSV മേഖലയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ്. കോൾ സെന്റർ, BPO എന്നിവയെല്ലാം ഉൾപ്പെടുന്ന OSV മേഖലയുടെ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ ലഘൂകരിച്ചു. കൂടുതൽ സംരംഭങ്ങളും ഇടപാടുകളും ആകർഷിക്കുന്നതിനും ഇന്ത്യയെ രാജ്യാന്തര ഔട്ട്സോഴ്സിംഗ് ആസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് നടപടികളെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. വിദേശ നിക്ഷേപം കൂടി. ഏപ്രിൽ രാജ്യത്തെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 60% വർദ്ധിച്ച് $444 കോടി മുൻവർഷം ഇതേ കാലയളവിൽ $277 കോടി ആയിരുന്നു. കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ രംഗത്താണ് കൂടുതൽ വിദേശ നിക്ഷേപം. നിർബന്ധനയില്ലാതെ 5% വായ്പ വേണമെന്ന് കേരളം. കോവിഡ് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തിന് കരകയറാൻ സംസ്ഥാന മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 5%-മായി വായ്പാ പരിധി ഉയർത്തണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. LPG സബ്സിഡി നിലച്ചിട്ട് 1 വർഷം. 2020 ജനുവരിയിൽ നിർത്തിയ പാചകവാതക സബ്സിഡി ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. LPG സബ്സിഡി നിർത്തലാക്കിയോ എന്ന് പുനരാരംഭിക്കും എന്നത് സംബന്ധിച്ച് നിലവിൽ വ്യക്തതയുമില്ല. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ നിലവിൽ എണ്ണ പ്രകൃതിവാതക മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് എണ്ണ കമ്പനികൾ വ്യക്തമാക്കുന്നു. നികുതിയിൽ എണ്ണയൊഴിച്ചു. പെട്രോളിന് ഏകദേശം 125% ഇപ്പോഴത്തെ നികുതികൾ. പകരം ചരക്ക് സേവന നികുതിയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 21% ഏർപ്പെടുത്തിയാൽ പോലും പെട്രോൾ വില ലിറ്ററിന് 57 രൂപയിൽ താഴെ നിൽക്കും. പക്ഷേ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇതിൽ താൽപ്പര്യമില്ല. എണ്ണവില കൂടിയാൽ എല്ലാത്തിനും വില കയറ്റം. രാജ്യത്തെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വർധന വരുത്തുന്ന പ്രധാന ഘടകം ചരക്കുകളുടെ കടത്തുകൂലിയാണ്. കേരളം പോലെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഏറെ അകലെയുള്ള സംസ്ഥാനത്തേക്ക് എല്ലാ സാധനവും ലോറിയിലും മറ്റും കൊണ്ടുവരുമ്പോൾ കടത്തുകൂലി കൂടുന്നു. ഡീസൽ വില കൂടുന്നതിനനുസരിച്ച് കടത്തുകൂലിയും ഉൽപ്പന്ന വിലകളും വർദ്ധിക്കുന്നു.
സെൻസെക്സ് പുതിയ ഉയരത്തിൽ. തുടക്കത്തിൽ ഇടിവ് നേരിട്ടെങ്കിലും ആഗോള വിപണിയിലെ മുന്നേറ്റത്തിന്റെ ചുവടുപിടിച്ച് ഇന്ത്യൻ ഓഹരി വിപണിയും നേട്ടമുണ്ടാക്കി. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് കൈവരിച്ചു. ആദായ വിൽപ്പന. BPSL ഓഹരി വിറ്റൊഴികൾ അടുത്ത വർഷം മാർച്ചിലേക്ക് നീളുമെന്ന ആശങ്കകൾക്കിടെ നടപടികൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തീവ്രശ്രമം. വിറ്റൊഴികൾ പ്രഖ്യാപിച്ച് 1.5 വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിൽപ്പന സുഗമമാക്കാൻ നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ. സാങ്കേതിക കുരുക്കുകൾ കഴിയുന്നത്ര ഒഴിവാക്കി സ്വകാര്യ നിക്ഷേപകരെ അടുപ്പിച്ചു നിർത്താനാണ് ശ്രമം. പൊതുമേഖല ഓഹരി വിൽപ്പനയിലൂടെ നടപ്പു സാമ്പത്തിക വർഷം 1.75 ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം BPSL വിൽപ്പന എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. വളരെ ക്രൂക്കഡായ, അതിലും ക്രിയേറ്റീവായ a brilliant criminal. There are black, darkest night. Grant me vision, give me sight. This was a case of cold-blooded homicide. And the killer is still somewhere around us. She will come to you again, Medha. സ്ട്രീമിംഗ് ജൂൺ 30 മുതൽ ആമസോൺ പ്രൈം വീഡിയോയിൽ മാത്രം. വായനാ വാരാചരണത്തിന് തുടക്കമായി. മുക്കം മലയോരത്ത് വിവിധ പരിപാടികളോടെ വായനാ വാരാചരണത്തിന് തുടക്കമായി. മുക്കം ഉപജില്ലാ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് തുടക്കമായത്. ലക്ഷദ്വീപ് ജനതയോട് ഐക്യദാർഢ്യം. ലക്ഷദ്വീപ് ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ. തുരങ്കപാത പിന്തുണയോടെ പൂർത്തീകരിക്കും. മലയോര മേഖലയുടെ സ്വപ്നമായ ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാത ജനപിന്തുണയോടെ പൂർത്തീകരിക്കുമെന്ന് MLA ലിൻഡോ ജോസഫ് അറിയിച്ചു. കർഷകർക്ക് സഹായമായി 85 കോടി രൂപയുടെ വായ്പാ പദ്ധതി. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ ജില്ലയിലെ കർഷകർക്ക് 85 കോടി രൂപയുടെ വായ്പാ പദ്ധതി. 1 വർഷമാണ് വായ്പാ പദ്ധതിയുടെ കാലാവധി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റി പാർപ്പിക്കണം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 6 ആദിവാസി കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അപകട ഭീഷണി ഉയർത്തി തണൽ മരങ്ങൾ. പൊതുമരാമത്ത് റോഡിനരികിൽ അപകട ഭീഷണി ഉയർത്തി വലിയ തണൽ മരങ്ങൾ. കോഴിക്കോട് മാവൂർ റോഡിലാണ് അപകട ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. മധുര പ്രതീക്ഷകളോടെ മാമ്പഴ വിപണി. മഴ മാറി തെളിഞ്ഞ മാനത്തിന് കീഴിൽ നഗരങ്ങളിൽ പലയിടത്തിലായി പഴങ്ങളുമായി ഉന്തുവണ്ടികൾ സജീവമായി. മലയോര മേഖലയിൽ പുതുവെളിച്ചമാകും. കുന്നമംഗലം അഗസ്ത്യമുഴി 220 kV മൾട്ടി സർക്യൂട്ട് ലൈനിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. സ്ത്രീധനത്തിനെതിരെ യുവതികളുടെ പ്രതിഷേധം. സ്ത്രീധന ഭാരത്താൽ തൂങ്ങിയാടാനുള്ളതല്ല പെൺ ജീവിതങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി ബാലുശ്ശേരി ബ്ലോക്ക് സബ് കമ്മിറ്റി. ഇന്ധനവില വർധനയ്ക്കെതിരെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപ് നിവാസികളോട് കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെയും പെട്രോൾ ഡീസൽ പാചകവാതക വിലക്കയറ്റത്തിനെതിരെയും മത്സ്യവിതരണ സംസ്കരണ തൊഴിലാളി യൂണിയൻ പ്രതിഷേധിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തൊഴിൽ സംരംഭമൊരുക്കി NSS വളണ്ടിയേഴ്സ്. കോവിഡ് മഹാമാരിയിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട നിർധന കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗവുമായി കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയേഴ്സ്. സ്ത്രീധനത്തിനെതിരെ പെൺശബ്ദം. സ്ത്രീധനത്തിന്റെ പേരിൽ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ദുരവസ്ഥ ഇനി ആവർത്തിക്കരുതെന്ന് DYFI പെൺകുട്ടികൾ. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ലഹരി വിരുദ്ധ വാരാചരണം നടത്തി. 680 കോടി ചിലവഴിച്ച് ബേപ്പൂരിനായി പുത്തൻ പദ്ധതികൾ. ബേപ്പൂരിന്റെ പ്രകൃതി സമ്പത്ത്, വിനോദസഞ്ചാരം, തുറമുഖം, വ്യവസായം തുടങ്ങിയവയെ കൂട്ടിണക്കി പുത്തൻ പദ്ധതികൾ തയ്യാറാക്കുന്നു. കായിക വാർത്തകൾ. വെയിൻസ് പ്രീക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡ് വെയിറ്റിംഗ്. റോം തോറ്റിട്ടും വെയിൻസ് പ്രീക്വാർട്ടറിൽ ജയിച്ചെങ്കിലും സ്വിറ്റ്സർലാൻഡ് കാത്തിരിക്കണം. യൂറോ കപ്പ് ഫുട്ബോളിൽ എ ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അവസ്ഥ ഇങ്ങനെ. റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇറ്റലിയാണ് വെയിൻസിനെ 1-0 തോൽപ്പിച്ചത്. എന്നാൽ ബക്കുവിൽ തുർക്കിയെ 3-1 തോൽപ്പിച്ചിട്ടും സ്വിറ്റ്സർലാൻഡിന് ഗോൾ ശരാശരിയിൽ വെയിൻസിനെ മറികടക്കാനായില്ല. ഇരു ടീമിനും 4 പോയിന്റാണെങ്കിലും വെയിൻസിനെ ഗോൾ വ്യത്യാസം +1, സ്വിറ്റ്സർലാൻഡിൻ്റേത് -1. ഗ്രൂപ്പിൽ നിന്നും ഇറ്റലി നേരത്തെ യോഗ്യത നേടിയിരുന്നു. എന്നാൽ ഗ്രൂപ്പിന്റെ മികച്ച 4-3 സ്ഥാനക്കാർക്കും കൂടി പ്രീക്വാർട്ടറിലെത്തിക്കാം എന്നതിനാൽ
ഇനി സ്വിറ്റ്സർലാൻഡിന് സാധ്യത ശേഷിക്കുന്നു. അർജന്റീനയ്ക്ക് ജയം മുഖ്യം. ബ്രസീലിയ അതിമനോഹരമായി കളിച്ചാലും തോറ്റുപോകുന്ന പതിവ് ശീലം അർജന്റീന ഒന്ന് മാറ്റി. അത്ര മനോഹരമായി കളിച്ചില്ലെങ്കിലും അവർ ജയിച്ചു. പാരഗ്വായെ 1-0 തോൽപ്പിച്ച് നോക്കൌട്ടും ഉറപ്പിച്ചു. 2020 ലോകകപ്പ് ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക്. മുംബൈ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഒക്ടോബർ 17 മുതൽ നവംബർ 14 വരെ UAE-യിൽ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചതായി സൂചന. ആദ്യഘട്ട മത്സരങ്ങൾ ഒമാനും വേദിയാക്കും. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ 15 വരെ UAE-യിൽ നടക്കുന്ന IPL മത്സരങ്ങൾക്ക് പിന്നാലെയാകും 16 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പ് മത്സരങ്ങളെന്നാണ് വിവരം. കോവിഡ് വ്യാപനം മൂലം നിർത്തിവെച്ച IPL മത്സരങ്ങൾക്ക് UAE-യിൽ പുനരാരംഭിക്കാൻ നേരത്തെ ധാരണയായിരുന്നു. ചരിത്രമെഴുതാൻ ജോക്കോ ഫെഡറർ. ലണ്ടൻ കോവിഡ് മൂലം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച പുനരാരംഭിക്കുന്ന വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ നിന്ന് നിലവിലെ വനിതാ ചാമ്പ്യൻ സിമോണ ഹാലെപ്പ് പരിക്ക് മൂലം പിന്മാറി. ടൂർണമെന്റിന്റെ സീഡിംഗ് തീരുമാനിക്കുന്നതിന് അല്പം മുമ്പാണ് ലോക 3-ാം നമ്പർ താരം പിന്മാറ്റം പ്രഖ്യാപിച്ചത്. നേരത്തെ ഫ്രഞ്ച് ഓപ്പണും ഹാലെപ്പിനും നഷ്ടമായിരുന്നു. ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവ്, 8-ാം നമ്പർ താരം റോജർ ഫെഡററുമാണ് പുരുഷ വിഭാഗത്തിലെ സാധ്യതാ താരങ്ങളായി പരിഗണിക്കപ്പെടുന്നത്.